ഹലോ, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് ഗ്രേറ്റ്. അപ്പോൾ ഇവിടെ വിൻ്റർ സീസൺ ആയിട്ടോ. ഈ വിൻ്റർ സീസണിൻ്റെ ഒരു വലിയ പ്രശ്നം എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നതാണ്. എൻ്റെ നോർമൽ ടു ഡ്രൈ സ്കിൻ ടൈപ്പാണ്. പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യാറുണ്ട്, പക്ഷേ 2-3 ദിവസമായിട്ട് മുടങ്ങി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഭയങ്കര ഒരു ഇച്ചിങ് സെൻസേഷനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് ഇനി എന്തെങ്കിലുമൊക്കെ ഫേസിന് വരുമോ എന്ന് വിചാരിച്ചിട്ട് പ്രോപ്പറായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ സ്കിൻ കെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും എന്നെപ്പോലെ ഡ്രൈ സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിൽ സ്കിൻ കെയർ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. നന്നായിട്ട് മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തിട്ട് മാത്രം പുറത്തിറങ്ങുക. കാരണം ഇപ്പോൾ സൺസ്ക്രീനിൻ്റെ ആവശ്യമില്ലല്ലോ. എൻ്റെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ ഇന്നലെ ഞങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം ഞങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും നിങ്ങൾ പോയി കണ്ടിട്ട് വാ. ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ഒരു മാക്ബുക്ക് വാങ്ങിക്കണം എന്നുള്ള. പക്ഷേ ഇന്നലെയാണ് അത് നടന്നത്. അപ്പോൾ ഇന്നെന്തായാലും അത് അൺബോക്സ് ഒന്നും ചെയ്യുന്നില്ല, കാരണം നല്ലൊരു ഫ്രഷ് മൈൻഡിൽ അത് ചെയ്യണം. പക്ഷെ നാളെ രാവിലെ തന്നെ ഡ്യൂട്ടി ഉണ്ട്, ആലാനെ ഡേ കെയർ ആക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ കിടന്നുറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഉറങ്ങി എഴുന്നേറ്റിട്ട് കാണാം. അപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഭയങ്കര ഗ്ലൂമി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ് കേട്ടോ. നമുക്കൊന്നും ചെയ്യാമെന്നൊന്നുമില്ല രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ. ഉറങ്ങി എഴുന്നേൽക്കുന്നത് എങ്ങനെയാണെന്ന് പോലും പറയാൻ പറ്റില്ല, അത്ര മടി പിടിച്ചിട്ടാണ് ഉറങ്ങി എഴുന്നേൽക്കുന്നത്. പക്ഷെ നമുക്കങ്ങനെ മടി പിടിച്ചൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ അതേതായ രീതിയിൽ ചെയ്തു പോകണം. സോ നമുക്ക് ഇന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് വർക്കിന് പോയിട്ട് നാളെ വീക്കെൻഡാണ്. സോ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ, കാരണം നാളെ ഹാലയുടെ കൂടെ ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാം എന്നുള്ളൊരു സന്തോഷം. അപ്പോൾ എനിക്ക് ഇന്നത്തെ ഡ്യൂട്ടി 7 to 3 ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഒരു 6:30 ആകുമ്പോഴത്തേക്കും ഇറങ്ങും. 6:30 ആകുമ്പോൾ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് ഹാലയുടെ ഡേ കെയർ. അവളവിടെ ആക്കി കൊടുത്തിട്ടാണ് ഇറങ്ങുന്നത്. കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു എൻ്റെ ജോബ്, ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എൻ്റെ എഡ്യൂക്കേഷൻ എന്തൊക്കെയാണെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാനൊരു വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഹെൽപ്ഫുൾ ആവും എന്ന് തോന്നുന്നവരൊക്കെ വേണമെങ്കിൽ ചാനലിൽ പോയിട്ട് നോക്കാം കേട്ടോ. ഞാനൊരു പാരാമെഡിക്കൽ പ്രൊഫഷണലാണ്, ഇനി അറിയാത്തവരാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഞാൻ ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടാൽ മതി. അതിൽ ഞാൻ എൻ്റെ ഫുൾ ജേർണി A to Z പറഞ്ഞിട്ടുണ്ട്. ഹാലാനെ ഡേ കെയറിലാക്കി വരുന്ന ഒരു ടൈമിൽ എൻ്റെ മൈൻഡ് ഭയങ്കര ബ്ലാങ്ക് ആയിരിക്കും. എന്തോരം സന്തോഷിക്കാൻ നോക്കിയാലും മനസ്സിൻ്റെ ഉള്ളിൽ നല്ല വിഷമം ഉണ്ടാവും. പക്ഷേ എല്ലാ ദിവസവും അങ്ങനെ തന്നെ പോവണ്ട, എല്ലാം ഓക്കെ ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങനെ ഡെയിലി പോകുന്നത്. ഗ്രോസറി ലിസ്റ്റ് പ്രിപ്പയർ ആക്കി വെച്ചിട്ടും മീൽ പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടും കുറേ ദിവസമായി. പക്ഷേ ഇതുവരെ നമ്മളിതൊന്നും വാങ്ങിക്കാൻ പോയിട്ടില്ല. ഓരോ ദിവസം പോയിട്ട് ഇങ്ങനെ ജോബിന് പോയിട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും നാളെ വാങ്ങിക്കാം മടി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. എനിക്ക് അതൊന്ന് പ്രോപ്പറായാൽ തന്നെയാണ് മനസ്സിന് നല്ല സമാധാനം കിട്ടുള്ളൂ. കാരണം എപ്പോഴും ഇങ്ങനെ പുറത്തുനിന്നൊക്കെ എല്ലാ ദിവസവും എല്ലാ നേരം പുറത്തുനിന്നല്ല, പക്ഷേ ഓഫീസിലൊക്കെ പോകുമ്പോൾ ജോബിന് പോകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന ടൈമിൽ അവിടെ നിന്നാണ് കോഫിയൊക്കെ കുടിക്കുന്നത്. അപ്പോൾ അപ്പോഴും പുറത്തുനിന്ന്, പിന്നെ വീട്ടിൽ വന്നിട്ട് നമ്മൾ കുക്കിങ്ങിന് സാധനങ്ങളൊന്നും വാങ്ങിക്കാത്തതുകൊണ്ട് വീണ്ടും പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ മടിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ഇത് നല്ലതാണെന്ന് തോന്നും.
ഇനിയിപ്പോൾ ഞങ്ങൾ നേരത്തെ വന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ കുറച്ച് നേരം ഉറങ്ങാനുള്ളൊരു ടൈമുണ്ട് കേട്ടോ. അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഇന്ന് നാളെ വീക്കെൻഡ് ആണല്ലോ. സോ ഇന്ന് ഒരു മൂവി പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പുഷ്പ 2 കാണാനാണ് പോകുന്നത്. പോകുമ്പോഴേ മനസ്സിന് വലിയ സന്തോഷമൊന്നും ഇല്ല കേട്ടോ, കാരണം അറിയാം നമ്മളുടെ ഒരു ടൈപ്പ് ഓഫ് മൂവി അല്ലാന്ന്. പിന്നെ വേറൊരു മൂവി ഇല്ല. പിന്നെ ആളെ കുറേ ദിവസമായി സിനിമ കാണാൻ പോകാം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവളെ ഒന്ന് സന്തോഷിക്കട്ടെ, അവളൊന്ന് സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോകാൻ വേണ്ടി തന്നെ പ്ലാൻ ചെയ്ത്. ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കൂടെ. 11:10 ഷോക്കായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പണികളൊക്കെ തീർത്തിട്ട് ഇറങ്ങിയോണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ കറക്റ്റ് മൂവിക്ക് ചെന്നപ്പോൾ തന്നെ ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയിരുന്നു. കറക്റ്റ് മൂവി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. അപ്പോൾ ഓൾമോസ്റ്റ് തിയേറ്ററൊക്കെ ഫുള്ളായിരുന്നു. കാരണം നാളെ വീക്കെൻഡ് ആയതുകൊണ്ട് എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല മൂവി. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് മൂവി വലിയ ഇഷ്ടമല്ല. ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി. അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ഡേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫിലിം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഓൾമോസ്റ്റ് 3 o'clock ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഒരു ലോങ് സ്ലീപ്പൊക്കെ കഴിഞ്ഞ് രാവിലെ ഉറങ്ങി എഴുന്നേറ്റു. അപ്പോൾ ഇന്ന് ജോബിന് പോകണ്ട, കാരണം ഇന്ന് ഓഫാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ ഉണ്ട് കേട്ടോ. നമ്മൾ എത്ര ഒരു ജോബിന് വേണ്ടി ആഗ്രഹിച്ചാലും ജോബ് കിട്ടിക്കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ദിവസത്തെ ലീവ് അത് പറഞ്ഞറിയിക്കാനേ പറ്റില്ല അതിൻ്റെ സന്തോഷം. പിന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചായയും ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊരു പണി പെൻഡിങ് ഉണ്ടല്ലോ. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിച്ചൊരു കാര്യം അതേപോലെ തന്നെ കവറിലിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് അൺബോക്സ് ചെയ്യണം. അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഞാൻ മാക്ബുക്കിനെ പറ്റി പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് എഡിറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എഡിറ്റിംഗ് എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഇഷ്ടമാണ്. സോ അതുകൊണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ട് വേണം മാക്ബുക്കിലുള്ള പുതിയ പരീക്ഷണങ്ങളായിട്ട് വരാൻ. എല്ലാം നിങ്ങളുടെ അടുത്താണ് പരീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇന്ന് നമുക്കൊന്ന് അൺബോക്സിങ് മാത്രം ചെയ്യാം. ബാക്കി ചാർജിങ് ഒക്കെ ചെയ്ത് അവിടെ സെറ്റായിട്ട് അവിടെ ഇരിക്കട്ടെ. നമുക്ക് നന്നായിട്ട് പഠിച്ചിട്ട് മാത്രം യൂസ് ചെയ്യാം. ചുമ്മാ കൺഫ്യൂഷൻ ആവണ്ട. അപ്പോൾ ഒരുപാട് നാളത്തെ നമ്മളുടെ ഓരോ ആഗ്രഹങ്ങളും നമ്മൾ മാറ്റി നാളെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന ഓരോ ആഗ്രഹങ്ങളും ഇങ്ങനെ നടന്നു വരുമ്പോൾ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ നടക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനേ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും കേട്ടോ. അങ്ങനെ ഈ ഒരു ഡേ ഇവിടെ എൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.